ഞാൻ ഇന്നലെ ഉറങ്ങിയോ എന്നറിയില്ല. പക്ഷെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ എന്റെ തല നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് എന്ന്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്, ഓർമ്മ വെച്ച കാലം മുതൽ താമസിക്കുന്ന എന്റെ മാത്രം മുറി. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ മുറിയിൽ താമസിക്കുന്നത്. ഇന്നുവരെ എനിക്ക് ഇതുപോലെ ഒരനുഭവം ഉണ്ടായിട്ടില്ല. 17 വയസ്സുള്ള പെൺകുട്ടിയാണ് ഞാൻ. ഒരു പക്ഷേ എന്റെ തോന്നലാകാം, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടാകാം. അല്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവിക്കുമോ? ആരെങ്കിലും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എനിക്കറിയില്ല. എന്തായാലും ഉറക്കം പോയി. അമ്മ എണീറ്റു കാണും. അടുക്കളയിൽ പോയി നോക്കാം. അവിടെ ചെന്നപ്പോൾ അമ്മ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന തിരക്കിൽ ആയിരുന്നു. ഞാൻ നടന്ന കാര്യങ്ങൾ ഒന്നു വിടാതെ എല്ലാം പറഞ്ഞു. എന്നിട്ടും എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇത്ര വിഷമത്തിൽ ഞാൻ പറഞ്ഞിട്ടും എന്നെ ശ്രദ്ധിക്കാതെ ആയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഉറക്കെ ദേഷ്യപ്പെട്ടു. എന്നിട്ടും അമ്മ തിരിഞ്ഞു പോലും നോക്കിയില്ല. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ അടുത്തിരുന്ന ചില്ല് പാത്രം നിലത്തിരുന്ന് പൊട്ടിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ നിശബ്ദതയിൽ എനിക്ക് മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. മുറികകത്തു നിന്നും ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നത് അമ്മയായിരുന്നു. മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അമ്മയെ കണ്ട് എന്റെ നാക്ക് ചലിക്കാതെ ആയി. കാരണം ഞാൻ ഇത്രയും നേരം ആരോടാണ് അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നത്? അമ്മ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടതാണല്ലോ. അപ്പോൾ അവിടെ നിന്നിരുന്നതാരാണ്? ആ ഞെട്ടലോടെ ഞാൻ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. അവിടെ ആരുമില്ല. ലൈറ്റ് പോലും ഓൺ ആക്കിയിട്ടില്ല. എല്ലാം എന്റെ തോന്നലായിരുന്നു. എനിക്ക് എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. തലയ്ക്ക് അകത്ത് വല്ലാത്ത ഭാരം പോലെ. ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു.